നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിച്ചാൽ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വ്യൂവിലേക്ക് പോവാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് ഒരു എൻട്രി എക്സിറ്റൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം. ഞാനൊരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിപ്പിച്ച് ചാർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വ്യൂവിലേക്ക് പോകാം. 4 hour ടൈം ഫ്രെയിമാണ്, ക്രൂഡ് ഓയിലാണ് നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഒരു ഈ ആരോയൊക്കെ ഇപ്പോൾ വരച്ചിട്ടാണോ എന്നുള്ള തോന്നൽ പുതിയ ആൾക്കാർക്ക് കാണാം കേട്ടോ. ഈ ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ തൊട്ട് മുമ്പുള്ള വീക്ക്ലി വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആരോസാണ്. ഒരു മാറ്റവും ഞാൻ അവിടെ നിന്ന് വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ആ വീഡിയോ പോയി കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുമ്പോൾ വളരെ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് ലെവലോ ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇതിൽ നിന്ന് കിട്ടുമെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ഗ്യാപ്പ് ഇട്ട് ആരോ വരച്ചതെന്ന് വെച്ചാൽ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ കൺസോൾട്ടേഷൻ ആയിരിക്കും. 6531 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ 6762 ഭാഗത്തേക്ക്, അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്, ആ ഭാഗത്തേക്കും ആ ഒരു 6762 ബ്രേക്ക് ചെയ്താൽ മാത്രം 6878 കോൺസെൻട്രേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആയിരുന്നു. മേളിലെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നമ്മൾ RSI സ്റ്റിൽ അപ്പർ സൈഡാണ്, അത് ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ദെൻ RSI ക്രോസ് ഓവർ താഴത്തോട്ടായി ക്രൂഡ് ഓയിലിൽ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് താഴത്ത് പോയിട്ട് കറക്റ്റായിട്ട് എവിടെയാണ് റെസിസ്റ്റ് ചെയ്ത് നിൽക്കണമെന്ന് നോക്കിയേ. നമ്മൾ ആദ്യത്തെ കൺസോൾട്ടേഷൻ സോണിൽ പറഞ്ഞ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ആദ്യത്തെ കൺസോൾട്ടേഷൻ സോണിൽ പറഞ്ഞ ആ ഒരു ലൈനിലേക്കാണ് വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കറക്റ്റായിട്ട് ഇവിടെ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു എൻട്രി എക്സിറ്റൊക്കെ ഇതിൽ കൂടുതൽ കാണിച്ചു തരാനായിട്ട് എനിക്കറിയില്ല. പിന്നെ ആളുകൾ പഠിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ പേഴ്സണലായിട്ടുള്ള തീരുമാനങ്ങളാണ്. അതിൻ്റെ വാല്യൂ ഒക്കെ ചേഞ്ചാണ്. ഈ RSI നോക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു പ്ലെയിൻ ചാർട്ട് നിങ്ങൾക്ക് കിട്ടി, ഈ ഒരു ലൈനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു 6762 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? പ്ലെയിൻ ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതേപോലെ ലൈൻ നിങ്ങൾ വരക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ കുറച്ച് കസ്റ്റമൈസ്ഡ് ഇപ്പോൾ ചാർട്ടാണെന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ RSI ക്രോസ് ഓവറായി ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഇത് സപ്പോർട്ടാണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചിട്ട പോലെ തന്നെ ഞാൻ ഒന്നും കൂടെ അത് മാറ്റമൊന്നും വരുത്തുന്നില്ല. അതായത് നിൽക്കുന്ന ലെവലിൽ 6376 ബ്രേക്ക് ചെയ്താൽ 6185 അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ 6069 അവിടെ നിന്ന് ഒരു മാർക്കറ്റ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5978 ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിൽക്കുന്ന ആ ഒരു ന്യൂട്രൽ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നാളെ ഓപ്പൺ ആകുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ഈ 6376 മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ല, ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ 6447 നിന്ന് അപ്സൈഡിലേക്ക് പോയാൽ 6542, അവിടെ നിന്ന് ബ്രേക്ക് ആയാൽ 6657, അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ആയാൽ 6762, അവിടെ നിന്നും ബ്രേക്ക് ആയാൽ കൺസോൾട്ടേഷൻ സോണായ 6878. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്ത വീക്കിൽ, ഇപ്പോൾ വീഡിയോ കാണുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത വീക്കിൽ മാർക്കറ്റ് ക്ലോസ് ആവാനുള്ള 3 പ്ലേസ് ഞാൻ പറയാം.
അത് നമുക്ക് ഇവിടെ എഴുതിയിടാം. അടുത്ത വീക്കിൽ മാർക്കറ്റ് ക്ലോസ് ആവാനുള്ള പ്ലേസ്, നെക്സ്റ്റ് വീക്ക് ക്ലോസിങ് ഏരിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിടാം. ദിസ് വീക്ക് ക്ലോസിങ് 3 areas. ഓക്കെ, നമ്മളിവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ദിസ് വീക്ക് ക്ലോസിങ് ഏരിയാസ് നമ്മൾ ഏകദേശം പ്രതീക്ഷിക്കുന്നത് 6878, 6542, 6185. കാരണം ഇവിടെ നിലവിൽ മാർക്കറ്റ് RSI ഒരു ക്രോസ് ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രോസ് ഓവറിൽ നമ്മൾ പറയുന്ന ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കണ്ടിന്യൂ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 6878 ഞാനൊരു 60% പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതായത് ഇവിടെ RSI ക്രോസ് ഓവർ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് കണ്ടിന്യൂഷൻ മൂവ് ചെയ്താൽ 6878 സ്ലോ മൂവ്മെൻ്റ് ആണെങ്കിൽ ക്ലോസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ 6930 ബ്രേക്ക് ചെയ്തില്ല, അവിടെ നിന്ന് റിവേഴ്സ് വന്നാലും സഡൻ ഫാളൊക്കെ വന്നാൽ മാത്രമാണ് 6542. അപ്പോൾ ഞാൻ മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന കേട്ടോ, തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ്, നിങ്ങളിത് കണ്ണടച്ചൊന്നും വിശ്വസിക്കേണ്ട. എൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഞാൻ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നു. ഇൻ കേസ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഡയറക്ഷനിലേക്ക് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന 3 ഏരിയാസ് ഒരു 60%ഓളം 6878, ഒരു 30% 6542, പിന്നെ ഒരു 10% ആണ് 6185. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ബ്ലൂ ലൈനിന് താഴത്തോട്ട്, അതായത് 6376 താഴത്തോട്ടാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 6185 എന്നുള്ളത് 10% നമ്മളൊരു 80% ഒക്കെ ആക്കും. അത് ആ ലൈവ് മാർക്കറ്റിൽ അനലൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടിരിക്കും. കാരണം ഇവിടെ ഒരു ഹിൻറ്റ് തന്നിട്ടേ ഉള്ളൂ ക്രോസ് ഓവറിൻ്റെ. പക്ഷെ ഇത് ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് സ്റ്റിൽ ഡൗൺ സൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് 6376 എന്നുള്ള ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 6185 ഫാളാവും. അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് 6376 എന്നുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു SMA ക്രോസ് ചെയ്തിട്ട് തിരിച്ച് SMA ഇട്ട് റീടെസ്റ്റിന് വേണ്ടിയിട്ട് നാളെ പോയാലും ചിലപ്പോൾ 6542 ക്ലിക്ക് ചെയ്തിട്ടായിരിക്കും പിന്നെ തിരിച്ച് താഴത്തോട്ട് വരുന്നത്. അപ്പോൾ 6376 വരാത്തടത്തോളം കാലം ഫസ്റ്റ് ടാർഗറ്റ് എന്തായാലും 6542 എത്തിയേ മതിയാവത്തുള്ളൂ, വരാത്തടത്തോളം കാലം. അപ്പോൾ അത് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഒരു ലോങ് ടൈം ഫ്രെയിമിലാണ്. രണ്ടാമത്തെ കേസ് ലൈവ് മാർക്കറ്റിൽ ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അക്യുറസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി പഠിക്കാം. എന്തായാലും ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ 1.5 വർഷത്തിന് മേലെ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുന്നോട്ടുള്ള വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഈ ഒരു ചാർട്ടിൻ്റെ അക്യുറസി എത്രമാത്രം ഉണ്ടെന്ന്. ഞാനിപ്പോൾ വാഗോണ്ട് പറയുന്നതിലും നല്ലതാണല്ലോ, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വ്യൂ ഒക്കെ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പഠിക്കാം. അപ്പോൾ എനിവേ നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ കഴിഞ്ഞു, നമുക്ക് നാച്ചുറൽ ഗ്യാസിലേക്ക് പോവാം. ഓക്കെ, നാച്ചുറൽ ഗ്യാസിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അപ്പോൾ നാച്ചുറൽ ഗ്യാസിൽ വ്യൂ എങ്ങനെയായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് മാർക്കറ്റ് അന്ന് ക്ലോസ് ചെയ്തത്, ഈ ഒരു ഭാഗത്തല്ല, ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 177 ബ്രേക്ക് ചെയ്താൽ മാത്രം ഡൗണിലേക്ക് എക്സ്പെക്റ്റ് ചെയ്താൽ മതി, അതിനോടൊപ്പം ഈ ഒരു ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പായി കഴിഞ്ഞാൽ 189, 192, 195 ആ ലെവലാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം, 189 എന്നുള്ള ലെവൽ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടാണ്, ട്രിഗർ അടിച്ചിട്ടാണ് RSIയുടെ ഒപ്പം മാർക്കറ്റ് ഡൗണിലേക്ക് വന്നത്. ക്രോസ് ഓവർ ആയിട്ടേ ഉള്ളൂ, ആ ഒരു സോണിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്.
അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂ എന്താണോ അത് തന്നെയാണ് ഇന്നും പറയാനുള്ളത്. ആരോ അതേപോലെ തന്നെ അവിടെ കിടക്കട്ടെ. എന്ത് ക്ലിയർ കട്ടായിട്ടാണ് ആരോ നിൽക്കുന്നതെന്ന് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഞ്ച് ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ 178 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ 163 നമ്മൾ അത്രയും പ്രതീക്ഷിച്ചാൽ മതി. ബാക്കി ആരോസൊക്കെ നമുക്ക് മാച്ച് കളയാം. 163 നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് ഒറ്റയടിക്കല്ല, ഇതിനിടക്ക് പല സപ്പോർട്ടുകൾ, ഹിഡൻ സപ്പോർട്ടുകളുണ്ട്. അത് നമ്മൾ RSI നോക്കിയാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ 178 താഴത്തോട്ട് വരാതിരുന്നാൽ മാർക്കറ്റ് തിരിച്ച് മൂവ് ചെയ്യുന്നത് 183 187 187 നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 193 195 200 ഭാഗത്തേക്കോ ആയിരിക്കും മൂവ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നാച്ചുറൽ ഗ്യാസിനെ ബേസ് ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഉള്ളവർക്ക് നേരിട്ട് വിളിക്കാം, പഠിക്കാം, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.